നമസ്കാരം. ഏതൊരു വ്യക്തിയായാലും അയാൾ ധരിക്കുന്ന വസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ അയാളുടെ വ്യക്തിത്വവും സ്വഭാവ ഗുണങ്ങളും തിരിച്ചറിയാൻ സാധിക്കും. ഇന്നിവിടെ ഞാൻ പറയുന്നത് കപാല ന്യൂമറോളജിയെ സംബന്ധിച്ച ഒരു ടോപ്പിക്ക് അല്ല. ഇഷ്ടവസ്ത്രവും വ്യക്തിത്വവും എന്ന തികച്ചും വേറിട്ട എന്നാൽ കൗതുകകരമായ ഒരു വിഷയമാണ്. ഒരാൾ ഉപയോഗിക്കുന്ന വസ്ത്രത്തിൻ്റെ നിറവും പ്രകൃതവും നോക്കി കുറച്ച് ദിവസങ്ങളെങ്കിലും നിരീക്ഷിച്ചാലേ ഇത് മനസ്സിലാക്കിയെടുക്കാൻ ആവൂ. ഉദാഹരണമായി, കറുത്ത നിറമോ അതിൻ്റെ ഷെയ്ഡുകളോ ധരിക്കുന്ന ഒരാളാണെങ്കിൽ അധികാരം കയ്യിലുണ്ടാവണമെന്ന് ചിന്തിക്കുന്നവരും മറ്റുള്ളവരുടെ ശ്രദ്ധ എപ്പോഴും ആഗ്രഹിക്കുന്നവരുമാണ്. ഇവർ മനോധൈര്യം കൂടുതലുള്ളവർ ആയിരിക്കും. അല്പം രഹസ്യ സ്വഭാവത്തോടെ പ്രവർത്തിക്കുന്ന ഇവർ സമൂഹത്തിൽ നിന്ന് പലപ്പോഴും വേറിട്ട് നിൽക്കുന്നവരായിരിക്കും. ആളുകളെ മനസ്സിലാക്കാൻ പ്രത്യേക കഴിവുള്ള ഇവർ സ്വന്തം ഇഷ്ടപ്രകാരം തീരുമാനങ്ങൾ എടുക്കുന്നവരാണ്. ആത്മാർത്ഥ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത ഇവരെ മറ്റുള്ളവർക്ക് അങ്ങനെയൊന്നും തൊടാൻ പറ്റാത്തവരും ആയിരിക്കും. എങ്കിലും ഒരു കലാഹൃദയം ഉണ്ടായിരിക്കുകയും ചെയ്യും. ചുവപ്പ് നിറമുള്ള വസ്ത്രമോ അതിൻ്റെ വെറൈറ്റികളോ ധരിക്കുന്നവർ കൂടുതൽ ആത്മവിശ്വാസം ഉള്ളവരാണ്. അവർ ചെയ്യുന്ന പ്രവൃത്തിയിൽ ആത്മാർത്ഥതയോടെ പ്രവർത്തിക്കുന്നവരും ധീരരും ആണ്. ആധിപത്യ സ്വഭാവമുള്ളവരാണെങ്കിലും ഇവർ നിശ്ചയദാർഢ്യവും ലക്ഷ്യബോധവും ഉള്ളവർ ആയിരിക്കും. സമൂഹത്തിൽ മറ്റുള്ളവർ ശ്രദ്ധിക്കാനുള്ള അവസരങ്ങളൊന്നും തന്നെ നഷ്ടപ്പെടുത്താത്ത ഇവർ ചിലപ്പോൾ അല്പം അപകടകാരിയുമായി കാണപ്പെട്ടേക്കാം. നീല നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്ന ഒരാളാണെങ്കിൽ പൊതുവെ അല്പം തണുത്ത പ്രകൃതം ആയിരിക്കും. അതേപോലെ ഏറെക്കുറെ യാഥാസ്ഥിതിക മനോഭാവം പുലർത്തുന്നവരും ആയിരിക്കും. എങ്കിലും ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ അങ്ങേയറ്റം ആത്മാർത്ഥമായി പൂർത്തീകരിക്കുന്നവരും ആയിരിക്കും. ആലോചിച്ച് തീരുമാനത്തിലെത്തുന്ന ഇവർ കലാസ്വാദകരോ കലാകാരന്മാരോ ആയിരിക്കും. ഇവർ വിശ്വസനീയരും ബുദ്ധിമാനും സുരക്ഷിതനുമായി പൊതുവെ കാണപ്പെടുന്നു. ഇനി പച്ച വസ്ത്രങ്ങളാണെങ്കിൽ ജീവിതത്തിലെ പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും ഒരു സന്തുലനാവസ്ഥയിൽ കൊണ്ടുപോകുന്നവരായിരിക്കും ഇത്തരക്കാർ. പൊതുവെ അടുക്കും ചിട്ടയുമുള്ളവരും ആയിരിക്കും. ശാന്ത സ്വഭാവവും അതേ അവസരത്തിൽ ഊർജ്ജസ്വലരും സമാധാനപ്രിയരും ആയിരിക്കും. സത്യസന്ധരും ബന്ധങ്ങൾക്ക് വിലയും കൽപ്പിക്കുന്ന ഇവർ ആരോഗ്യകാര്യങ്ങളിൽ വളരെ ജാഗരൂകരായിരിക്കും. പ്രശ്നങ്ങൾ നേരിട്ടവർക്ക് ഇവർ നല്ല ഉപദേശവും കൊടുക്കാറുണ്ട്. അടുത്തതായി വെളുത്ത വസ്ത്രം ധരിക്കുന്നവരെ കുറിച്ച് പറയുകയാണെങ്കിൽ ലാളിത്യവും വിനയവും നന്മയും നിറഞ്ഞവരായിരിക്കും വെള്ള വസ്ത്രം ഇഷ്ടപ്പെടുന്നവർ എന്നതാണ്. ശുചിത്വമുള്ളവരും നിഷ്കളങ്കരുമായ ഇവർ വിശ്വസിക്കാവുന്നവരും ആണ്. ശുഭാപ്തി വിശ്വാസികളായ ഇക്കൂട്ടർ മറ്റുള്ളവർക്ക് പ്രചോദനമേകാൻ ശ്രമിക്കുന്നവരാണ്. ഏകാന്തത ഇഷ്ടപ്പെടുന്നവരാണെങ്കിലും തങ്ങളെക്കാൾ മറ്റുള്ളവർ സന്തോഷിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഇവർ. എന്നാൽ ഗോൾഡൻ കളറിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നവർ എല്ലാ കാര്യങ്ങളിലും വിജയം ആഗ്രഹിക്കുന്നവർ ആണ്. ധനത്തോട് വലിയ താല്പര്യമാണ് ഇവർക്ക്. നല്ല ആത്മവിശ്വാസവും ഇച്ഛാശക്തിയുമുള്ള ഇവർക്ക് ഏതു കാര്യം തീരുമാനിച്ചാലും അത് നടപ്പിലാക്കാനുള്ള കഴിവ് ഉണ്ടായിരിക്കും. പിങ്ക് നിറത്തിലുള്ള വസ്ത്രങ്ങൾ ഇഷ്ടപ്പെടുന്നവർ നിരീക്ഷണ പാടവമുള്ളവരും ദയാലുക്കളും സ്നേഹമുള്ളവരുമായിരിക്കും. ഇവർ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പാടുകൾ ഏറ്റെടുക്കുന്നവരും ആയിരിക്കും. ഇനി മഞ്ഞയുടെ വെറൈറ്റികളോ ആയ വസ്ത്രങ്ങൾ ധരിക്കുന്നവർ ആണെങ്കിൽ എങ്ങനെയെന്ന് നോക്കാം. ഇവർ എപ്പോഴും സന്തോഷം ആഗ്രഹിക്കുന്നവരും അറിവുള്ളവരും ബുദ്ധിമാന്മാരും ആയിരിക്കും. പുതിയ സംരംഭങ്ങളിൽ മേൽക്കൈ നേടാൻ പ്രാപ്തരുമായിരിക്കും. വിട്ടുവീഴ്ച മനോഭാവമുള്ള സൗഹൃദപ്രിയരുമായിരിക്കും എന്നും കണ്ടുവരുന്നു. എന്നാൽ ഇഷ്ടം വയലറ്റ് നിറത്തിലുള്ള വസ്ത്രങ്ങളിലേക്ക് മാറുമ്പോൾ ഇത്തരക്കാർ എല്ലാ പ്രശ്നങ്ങൾക്കും സമാധാനപരമായ പരിഹാരവും ഏതൊരു കാര്യത്തിലും ഒരു ശരിയായ തീരുമാനമെടുക്കാനുള്ള കഴിവുമുള്ളവരായി കാണപ്പെടുന്നു. ആകർഷകമായ സംസാരവും കലാപരമായ കഴിവുകളും ഉണ്ടായിരിക്കുമെന്നാണ് കാണിക്കുന്നത്. ഭക്ഷണപ്രിയരായ ഇക്കൂട്ടർ പ്രതിസന്ധികളിൽ തളരാതെ മറ്റുള്ളവർക്ക് പ്രചോദനമായി നിൽക്കുന്നവരും ആണ്. തിളക്കമുള്ള നിറത്തിലുള്ള വസ്ത്രങ്ങൾ പലപ്പോഴും ബഹിർമുഖത്വം, സർഗാത്മകത, ശുഭാപ്തി വിശ്വാസം എന്നിവയെ പ്രകടിപ്പിക്കുമ്പോൾ ഇരുണ്ട നിറത്തിലുള്ള വസ്ത്രങ്ങൾ ഗൗരവം, അന്തർമുഖത്വം, പ്രൊഫഷണലിസം എന്നിവയെയാണ് പ്രകടമാക്കുന്നത്. ഇഷ്ടവസ്ത്രങ്ങൾ ഓരോരോ വ്യക്തിത്വത്തെയും രൂപപ്പെടുത്തുന്നത് ഇങ്ങനെയെല്ലാമാണ്. ഇത്രയും എന്നെ കേട്ട എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.